അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി. ആദരണീയരായ അധ്യാപകരെ, എൻ്റെ പ്രിയ സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് അനാഥ സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആരാണ് അനാഥകൾ? അവരെ നാം എങ്ങനെയൊക്കെ സംരക്ഷിക്കണം? പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് പിതാവ് മരണപ്പെട്ടവരാകുന്നു അനാഥകൾ. ഒരുപക്ഷെ പിതാവിൻ്റെ ലാളനയും സ്നേഹവും അവർക്ക് കിട്ടിക്കാണില്ല. അവരെക്കുറിച്ച് നിരവധി ഹദീസിലും ഖുർആനിലും പരാമർശിച്ചിട്ടുണ്ട്. ഖുർആനിൽ 20-ലധികം സ്ഥലങ്ങളിലാണ് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് 3 ഭാഗങ്ങളിലായിട്ടാണ് ഉൾക്കൊള്ളുന്നത്. ഒന്ന്, അവർക്ക് സമൂഹത്തിൽ നാം ചെയ്യേണ്ട നന്മയെയും അതിൻ്റെ പ്രാധാന്യത്തെയും പ്രതിഫലത്തെയും കുറിച്ച്. 2, അവർക്ക് സമൂഹത്തിൽ ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ച്. 3, അവർക്ക് സാമ്പത്തികമായി ലഭിക്കേണ്ട പരിഗണനയെക്കുറിച്ച്. പിതാവിൻ്റെ ലാളനയും വാത്സല്യവും നഷ്ടപ്പെട്ടവരാണവർ. എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും സ്നേഹവും ഒരിക്കലും തന്നെ അവർക്ക് നഷ്ടമാകുന്നില്ല. നാം ഓരോരുത്തരുമാണ് നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ അനാഥരെയും ചേർത്ത് പിടിക്കേണ്ടതും അവർക്ക് വാത്സല്യം നൽകേണ്ടതും. അവർക്ക് ചുറ്റിലുമുള്ള ഓരോരുത്തരോടും എന്തൊക്കെ ചെയ്യണമെന്ന് ഇസ്ലാം കൃത്യമായി മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാഥകൾക്ക് നന്മയും അഭിവൃദ്ധിയും ഉണ്ടാക്കുന്ന ഏതൊരു കാര്യം ചെയ്യലും വളരെയധികം പുണ്യമുള്ള കാര്യമാകുന്നു. ഇത് അനാഥർക്ക് ഇഹത്തിലും ചെയ്യുന്നവർക്ക് പരലോകത്തും ഒരുപാട് വിജയമുണ്ടാക്കും. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. അനാഥയെ നീ അടിച്ചമർത്തരുത്. അനാഥയുടെ ജീവിത സുരക്ഷയ്ക്കും അഭിമാനത്തിനും ക്ഷതമേൽക്കുന്ന ഏതൊരു കാര്യം ചെയ്യുന്നതും വളരെയധികം കുറ്റമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവരെ സത്യനിഷേധികളായിട്ടാണ് കണക്കാക്കുന്നത്. അറായിത്തല്ലസി യുകസിബു ബിദ്ദീൻ ഫസാലിക്കല്ലസി യദ്ഉൽ യതീം. ഏറ്റവും മാന്യമായ രീതിയിലൂടെ അല്ലാതെ അനാഥയുടെ സ്വത്തിനെ നീ സംരക്ഷിച്ചു പോകരുത്. ഇപ്പോൾ നമുക്ക് ചുറ്റിലും ഒരുപാട് അനാഥകൾ ഉണ്ടായേക്കാം. എന്നാൽ എല്ലാവരും ദരിദ്രരാകണമെന്നില്ല. പാവപ്പെട്ടവരും പണക്കാരുമായിട്ടുള്ള അനാഥകൾ ഉണ്ടാവും. അപ്പോൾ പാവപ്പെട്ടവരെ നാം പണം കൊടുത്തും മറ്റും സഹായിക്കും. പണക്കാരായ അനാഥകളെ നാം സഹായിക്കേണ്ടത് അവരുടെ സ്വത്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്ത് കൊടുത്തുകൊണ്ടാകുന്നു. അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ ഒരാളില്ലാതെ വരുന്നു, അതാണ്. അപ്പോൾ അവരുടെ സ്വത്തുകൾ അവർക്ക് കൈകാര്യപ്രാപ്തി എത്തുന്നത് വരെ നാം ഏറ്റെടുത്ത് അവരുടെ സ്വത്തുക്കൾ നാം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതിനൊക്കെ ഇസ്ലാം കൃത്യമായി മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ഫലാ തഖ്റബു മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സനു ഹത്താ യബ്ലുഗ അശ്ദഹു. ഏറ്റവും ഉത്തമമായ മാർഗത്തിലൂടെ അല്ലാതെ നിങ്ങൾ അനാഥയുടെ സ്വത്തിനെ സമീപിച്ചു പോകരുത്. അനാഥയുടെ ധനം അനാഥയുടെ തന്നെയാകുന്നു. അത് നാം ഏറ്റെടുക്കുന്നെന്ന് കരുതി നമ്മുടെ ധനം ഒരിക്കലും ആവില്ല. അതുപോലെ അവർക്ക് കൈകാര്യപ്രാപ്തി എത്തുന്നത് വരെ മാത്രമേ നാം അവരുടെ ധനം ഏറ്റെടുക്കേണ്ടതുള്ളൂ. അവർക്ക് കൈകാര്യപ്രാപ്തിയും പ്രായപൂർത്തിയും എത്തിയതിനു ശേഷം അവരുടെ ധനം അവർക്ക് തന്നെ വിട്ടുകൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവൻ സത്യസന്ധരായാൽ മാത്രം പോരാ. പണത്തോട് അധികം മോഹവും ഒന്നുമില്ലാത്ത ഒരാളായിരിക്കണം. കാര്യപ്രാപ്തിയും ബോധവും എല്ലാം ഉള്ള ഒരാളായിരിക്കണം സ്വത്ത് കൈകാര്യം ഏറ്റെടുക്കുന്ന ആൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. അബൂ സർ റളിയല്ലാഹു അൻഹു അത്രയ്ക്കും ശുദ്ധഹൃദയനും പണത്തോട് മോഹമില്ലാത്ത ഒരാളുമായിരുന്നു. എന്നിട്ടും അബൂ സറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നീ ഒരിക്കലും അനാഥയുടെ ധനം ഏറ്റെടുക്കരുത്. നിന്നെ ഞാൻ ദുർബലനായിട്ട് കാണുന്നു. നീ ഒരാളുടെ ധനവും ഏറ്റെടുത്തു പോകരുതെന്ന്. അനാഥയുടെ ധനം അവർക്ക് വിട്ടുകൊടുക്കേണ്ട പ്രായമായാൽ നമ്മൾ അവരുടെ ധനത്തിൽ നിന്ന് നല്ലതെടുത്ത് നമ്മളതിലുള്ള ദുഷിച്ചത് എടുത്ത് അവർക്ക് കൊടുക്കാൻ പാടില്ല. അവരുടേത് എന്താകുന്നുള്ളത് അത് മാത്രം അവർക്ക് കൊടുക്കുക. പിന്നെ അതുപോലെ അവരുടെ ധനം നമ്മുടെ ധനത്തോട് കൂട്ടിച്ചേർത്ത് തിന്നാനും പാടില്ല. അതൊരു വലിയ കൊടും പാതകമാകുന്നു. അതുപോലെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നയാൾക്ക് മിതമായ ഒരു രീതിയിൽ അവരുടെ സ്വത്തിൽ നിന്ന് ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ അമിതമായ രീതിയിൽ ഉപയോഗിക്കാൻ അനുവാദമില്ല. അനാഥയുടെ ധനം തിന്നുന്നവൻ്റെ വയറ് നിറഞ്ഞേക്കാം. എന്നാൽ അവൻ്റെ വയറുകളിൽ കത്തിയിരുന്നത് വെറും നരകത്തിലെ തീക്കട്ടകൾ മാത്രമാകും. അഗ്നി കൊണ്ട് വയറു നിറക്കലാകുന്നു അവനിക്കുള്ള പരലോക ശിക്ഷ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 മഹാപാപങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാകുന്നു അനാഥയുടെ ധനം തിന്നൽ. അപ്പോൾ ആ ഒരു തെറ്റ് എത്ര വലിയ കൊടുംപാതകമാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അനാഥ കുട്ടിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെ
സ്നേഹിക്കാൻ പോകരുതെന്ന്. ഒരുപക്ഷെ പിതാവിൻ്റെ ലാളനയൊന്നും കിട്ടാതെ പോയവരാകണ്ട അവർ. അപ്പോൾ നമ്മൾ നമ്മളെ കുട്ടികളെ അവരുടെ മുന്നിൽ വെച്ച് സ്നേഹിക്കാനോ ഒന്നിനും പാടില്ല. അതവർക്ക് അത്രയും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ കൈകാര്യപ്രാപ്തി എത്തുന്നതുവരെ ഒരു യത്തീമിനെ നമ്മുടെ ജീവിതത്തോട് കൂട്ടി ചേർത്താൽ അവന് സ്വർഗം ഉറപ്പായെന്ന്. അപ്പോൾ സ്വർഗം കിട്ടാനുള്ള ഏറ്റവും ചെറിയൊരു വഴിയാണ് അനാഥയെ ചേർത്ത് പിടിക്കുക, സംരക്ഷിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് അനാഥ സംരക്ഷണം എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.